ഏറെ ബഹുമാന്യനായ ഈ ഉപവാസ സമരത്തിന്റെ നായകൻ പേരാവൂരിന്റെ ജനകീയ MLA ആയിട്ടുള്ള സണ്ണി ജോസഫ് അവர்கள், ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, മറ്റ് സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇന്ന് രാവിലെ മുതൽ ഇന്ന് വൈകുന്നേരം 5 മണി വരെ നമ്മുടെ പ്രിയങ്കരനായ MLA ഈ നാടിന്റെ ഒരു ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഉപവാസ സമരത്തിലാണ്. ഈ വിഷയത്തിന് ആധാരമായ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ രാവിലെ മുതൽ വളരെ വിശദീകരിച്ച് തന്നെ ഇവിടെ ബഹുമാന്യനായ പിതാവ് ഉൾപ്പെടെ മറ്റ് നേതാക്കന്മാരും അതുപോലെ തന്നെ സാംസ്കാരിക സാമൂഹിക നായകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി പ്രസംഗിക്കുമ്പോഴും ആ വേർഡ്സുകൾ തന്നെയാണ് ഇനിയും ഇവിടെ ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് നീണ്ട ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ഉപവാസ സമരം ഇവിടെ സംഘടിപ്പിക്കാൻ വന്നായ സാഹചര്യം അത് തത്വത്തിൽ ഈ ഗവൺമെന്റ് വരുത്തിവെച്ചത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യാത്തത് കൊണ്ട് വന്നതാണ് ഈ സംഭവങ്ങളെല്ലാം. ഇവിടെ ഗവൺമെന്റ് ആദിവാസികളെ പുനരുദ്ധരിപ്പിക്കുമ്പോൾ, അവർക്ക് താമസമൊരുക്കുമ്പോൾ, അവർക്ക് ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാനുള്ള ഉത്തരവാദിത്വം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഈ പുനരധിവാസം കഴിഞ്ഞ് എത്ര പേരാണ് അവിടെ മരണപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഓരോ മരണം കഴിയുമ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള അനുശോചന യോഗങ്ങളും അല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചെക്ക് ബുക്കില് ചെക്കുമായി നടക്കുന്ന ഒരു സാഹചര്യം, ആരുടെയെങ്കിലും കുടുംബത്തിന് പണം കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ജോലി കൊടുത്തത് കൊണ്ടോ അവരുടെ വീട്ടിലെ ശാശ്വതമായ സമാധാനം ഉണ്ടാകില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ആ കുടുംബനാഥൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ വീട്ടിലെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർക്ക് സാമ്പത്തികപരമായി സഹായം വേണം എന്നതിലൊഴിച്ച് ആ കുടുംബത്തിന് ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ കാണാം. മറ്റുള്ള ജനങ്ങൾ ജീവിക്കാൻ പേടിച്ച് വിറച്ച് വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ എവിടെ എങ്ങനെ ധൈര്യമായി കടന്നുറങ്ങാൻ വേണ്ടി അവർക്ക് സാധിക്കും? അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ വേണ്ടി സാധിക്കില്ല. കുട്ടികൾക്ക് സ്കൂളുകളിൽ പോകാൻ വേണ്ടി സാധിക്കില്ല. ഭക്ഷണ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായതുപോലെ അവർക്ക് കശുവണ്ടി സംരക്ഷിക്കാൻ, കളക്ട് ചെയ്യാൻ, ശേഖരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇത്രയും പേരുടെ മരണത്തിന് ഇടയായിട്ടും ശാശ്വതമായ അവിടെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് എന്തു ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു പരിശോധന നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, അങ്ങനെ സാധിക്കണമെങ്കിൽ ആ വകുപ്പിലെ മന്ത്രി കൃത്യമായ ഇടപെടലുകൾ നടത്തണം. അതിന് ഉദ്യോഗസ്ഥർ കൃത്യമായ ഇടപെടലുകൾ നടത്തണം. ഇവിടെ ഏറ്റവും ദാരുണമായ ഒരു സംഭവം, ഇവിടെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം എടൂരിൽ വെച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ MLA-മാരുടെ സാന്നിധ്യത്തിൽ, കലക്ടറുടെ സാന്നിധ്യത്തിൽ, CFOയുടെ സാന്നിധ്യത്തിലൊക്കെ, അവിടെ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ എടൂര് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിലെ രസകരമായ ഒരു കാര്യം, അവിടെ കലക്ടർ ഇരിക്കുന്നു. അവിടെ വനം മുറിക്കുന്നതാണ് 164 വനം മുറിക്കണം. ആ വനം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോൾ ആരാണ് മുറിക്കേണ്ടത്? ഇത്രയും കാലം എല്ലാവരും ധരിച്ചു വെച്ചത് വനം വകുപ്പാണ് മുറിക്കുന്നത്. ചിലര് പറഞ്ഞു PWD ആണ് മുറിക്കുന്നത്. ചിലര് പറഞ്ഞു വേറെ, ഇത് ആർക്കും തിരിയുന്നില്ല. വനം വകുപ്പിനോട് ചോദിച്ചു, ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അതെല്ലാം ക്ലിയർ ആണ്, മുറിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അത് പറയാനുണ്ടായ കാരണം, അതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു, വനം മുറിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ പോയി മുറിക്കും, ജയിലിൽ പോയാൽ ഞങ്ങൾ തയ്യാറാണ്. അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു. അപ്പോൾ വനം മുറിക്കുന്നതിന് യാതൊരുവിധ പ്രയാസവുമില്ല എന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥ പറയുന്നു. പിന്നെ ആർക്കാണ് പ്രയാസം?
ഇത് മുറിക്കണമെന്ന് പറഞ്ഞാൽ അത് കൊട്ടേഷൻ എടുക്കണ്ടേ? ആ കാര്യങ്ങൾ ചെയ്യേണ്ട ആരാണ് ചെയ്യേണ്ടത്? വനം വകുപ്പ് പറയുന്നു ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ല, മുറിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. അടുത്തത് പറയുന്നു PWD ആണോ എന്ന് പറയുന്നു. PWD എഞ്ചിനീയർ അവിടെയുണ്ട്. അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അത് ഞങ്ങളല്ല ചെയ്യേണ്ടത് എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, എന്ത് പരിഹാസ്യമാണ്! ആരാണ് വനം മുറിക്കേണ്ടത് എന്ന് പോലും തീരുമാനം ആയിട്ടില്ല. അവിടെ മന്ത്രി ഇരിക്കുന്നു, അവിടെ കലക്ടർ ഇരിക്കുന്നു. പിന്നീട് പറയുന്നു PWD എഞ്ചിനീയർ പറയുന്നു അത് SC/ST വിഭാഗമാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വരുന്നു. ആ ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നു. ആ ഉദ്യോഗസ്ഥൻ പറയുന്നു ഇത് നിങ്ങൾ മുറിച്ചോ, ഞങ്ങൾ പൈസ തന്നോളാം എന്നാണ് പറഞ്ഞത് അദ്ദേഹം. പിന്നീട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത് കൊട്ടേഷൻ വിളിച്ചിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു കൊട്ടേഷൻ വിളിച്ചിട്ടുണ്ട് എന്ന്. പ്രിയമുള്ളവനെ, ഇത് കലക്ടർ അവിടെ ഇരിക്കുകയാണ്. ഇതൊരു കോർഡിനേഷൻ ഇല്ലേ? ഇത് കലക്ടർക്ക് അതിനുള്ള അധികാരമില്ലേ? കലക്ടർ അത് കോർഡിനേറ്റ് ചെയ്യണ്ടേ? മന്ത്രി അതിനകത്ത് കോർഡിനേറ്റ് ചെയ്യണ്ടേ? ആർക്കാണ് അതിനകത്ത് ഉത്തരവാദിത്വം? വളരെ ലഘുവായിട്ടാണ്, തമാശ രൂപത്തിലായിട്ടാണ് SC/ST ഉദ്യോഗസ്ഥൻ പറയുന്നത് നിങ്ങൾ മുറിക്കുന്നെങ്കിൽ നിങ്ങൾ മുറിച്ചോ, ഞാൻ പൈസ തന്നോളാം എന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിലാണ് ആ ഉദ്യോഗസ്ഥൻ സംസാരിച്ചത് എന്ന് പറയുമ്പോൾ ഇതെല്ലാ വിഭാഗവും കോർഡിനേറ്റ് ചെയ്യാൻ കലക്ടറുടെ മുറിയിൽ AC റൂമിലിരിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥനില്ലേ? അയാൾക്ക് എന്താണ് പണി? അതുകൊണ്ട് ഇതൊക്കെ ചെയ്യേണ്ടത് ഗവൺമെന്റിന്. ഞാനിത് സൂചിപ്പിച്ചത് അദ്ദേഹത്തെ കൊണ്ട് ആ പണി എടുപ്പിക്കേണ്ടത് കേരളത്തിലെ വനം വകുപ്പ് മന്ത്രിയാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. എത്ര ജീവനാണ് ഇവിടെ പൊടിയുന്നത്? ഇവിടെ ആനമതിലിന്റെ കാര്യം പറഞ്ഞില്ല, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ആരാണ് അതിന് തടസ്സം? ഇത്രയും കാലം പറഞ്ഞു വനം മുറിക്കാത്തതുകൊണ്ട്, മരം മുറിക്കാത്തതുകൊണ്ടാണെന്ന് പറയൂ. ഇപ്പൊ എല്ലാം മുറിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. എപ്പോ മുറിക്കാൻ തുടങ്ങിയോ? ഇതെല്ലാം ഈ ഗവൺമെന്റ്. എന്നിട്ട് വനംവകുപ്പ് മന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയോ? ഞാൻ വന്നതിന് ശേഷം എല്ലാം ഭദ്രമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ തോന്നലെന്ന്. എവിടെ തോന്നല്? അദ്ദേഹം എന്താണ് ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ സൂചിപ്പിച്ചില്ലേ? വയനാട്ടിൽ മാനന്തവാടിയിൽ ഒരു മരണം നടന്നപ്പോൾ അദ്ദേഹം കോഴിക്കോട് ഇരുന്ന് ആറാടുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം മീറ്റിംഗിൽ പറയുകയാണ് എന്റെ ഭരണകാലത്ത് ഞാൻ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ വനം വകുപ്പ് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ നല്ല രീതി എങ്കിൽ അദ്ദേഹത്തിന്റെ മോശം രീതി എന്താണ് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പ്രിയമുള്ളവരെ, ഇവിടെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ജനങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ പുനരധിവസിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ജീവിക്കാനും അവർക്ക് സംരക്ഷണം കൊടുക്കാനും അവർക്ക് വേണ്ട സഹായം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്ന ഗവൺമെന്റിനുണ്ട്, മന്ത്രിക്കുണ്ട്, ഉദ്യോഗസ്ഥർക്കുണ്ട്. അതൊന്നും ചെയ്യാതെ കൊഞ്ഞനം കാട്ടുന്ന ഒരു സമീപനം, ആ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതിനെ ജനങ്ങൾ ഇനി തടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വരാൻ പോകുന്ന നാളുകൾ നമുക്കറിയാം, പ്രയാസകരമാണ്. കാട്ടിൽ ജീവിക്കാനുള്ള മാർഗമില്ല. കാട്ടിലെ വനങ്ങൾ അവർക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ കാട്ടിൽ ലഭിക്കുന്നില്ല, വനത്തിൽ ലഭിക്കുന്നില്ല. സ്വാഭാവികമായും അവിടെ വെള്ളം തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അവര് പുറത്തോട്ട് വരും. അത് കാണേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? അത് മുൻകൂട്ടി കാണണം. അത് മുൻകൂട്ടി കണ്ട് തീരുമാനമെടുക്കണം. ന്യായപരമായ തീരുമാനമെടുക്കണം. അതിന് ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തണം. അത്തരം ചർച്ചകൾ എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ പരിശോധിക്കണം. ഏതൊരു ചർച്ചയാണ് നടന്നിരിക്കുന്നത്? ആരാണ് ചർച്ച നടത്തിയിരിക്കുന്നത്? എന്നിട്ട് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി എപ്പോഴിരുന്നു, എവിടെയിരുന്നു, എങ്ങനെയിരുന്നു, എന്ത് തീരുമാനമെടുത്തു? ഏതെങ്കിലും തീരുമാനം നടപ്പിലാക്കിയോ? ഇതൊന്നുമില്ലാതെ ആ സമയമാകുമ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാർ അവിടെ വന്നാൽ അന്ന് സംഭവിച്ചതുപോലെ സംഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തീരുമാനങ്ങളാണ് വേണ്ടത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, എടുക്കേണ്ട പണി എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട പോലെ എടുക്കുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ദുഃഖിക്കേണ്ടി വരും. ഒരു ഗവൺമെന്റ് ആയാൽ ആ ഗവൺമെന്റിന്റെ ചില തീരുമാനങ്ങൾ ഉണ്ടാകും. ആ തീരുമാനങ്ങൾ നടക്കിലാക്കാൻ സാധിക്കണം. ഇത് മുഖ്യമന്ത്രിയോട് ധൈര്യമായി പറയാൻ ഒരു മന്ത്രിക്ക് സാധിക്കുന്നില്ല. വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയായിട്ട് ഇരിക്കുക, കാറിൽ യാത്ര ചെയ്യുക, സ്വതന്ത്രമായി മറ്റ് കലാപരിപാടികളിൽ പങ്കെടുക്കുക എന്നതിലൊഴിച്ച് ജനജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളിലും ഇടപെടുവാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ
അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുനിഷ്ഠമായ കാര്യം. അതുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി നീങ്ങേണ്ടതായിട്ട് വരും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാരണം ജീവന് സംരക്ഷണം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. നമ്മളെല്ലാം പൊതുപ്രവർത്തകരാണ്. നമ്മളൊക്കെ ഓരോരോ സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. ചിലപ്പോ ഭരണസമിതിയിലുള്ളവരായിരിക്കാം, ജനപ്രതിനിധികളായിരിക്കാം, രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കാം, അല്ലെങ്കിൽ മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം. അവർക്കൊക്കെ തന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആദിവാസികളെ സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ നമുക്കാർക്ക് സാധിക്കില്ല. ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം. ഇത്തരത്തിലുള്ള ഉപവാസ സമരങ്ങൾ, ഈ സമരങ്ങൾ അതിന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. ഇനി ഒരു ജീവൻ പോലും ഇവിടെ പൊലിയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രിയമുള്ളവരെ, ഇവിടെ ആനമതിലിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ. ഇവിടെ ആനമതിൽ കൊണ്ടുവരുവാൻ വേണ്ടി നിരവധി തവണയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA കേരള നിയമസഭയിൽ പ്രക്ഷോഭം സൃഷ്ടിച്ചത്. അദ്ദേഹത്തിന്റെ സബ്മിഷനുകളും അദ്ദേഹത്തിന്റെ പ്രമേയങ്ങളും കൊണ്ട് തന്നെയാണ് ആനമതിലുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി തീരുമാനമെടുത്തത്. പക്ഷേ ആ തീരുമാനമെടുത്തത് എന്ന് കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഇവിടെ മറ്റ് പല പദ്ധതികളും അതിവേഗത്തിൽ നടത്താൻ പണം കിട്ടുന്ന, ഇവിടെ ക്യാമറ വെച്ചു, ആർക്കു വേണ്ടി ക്യാമറ വെച്ചു? കക്കാൻ വേണ്ടി ക്യാമറ വെച്ചില്ലേ? മറ്റൊരുപാട് കാര്യങ്ങൾ ഇവിടെ കക്കാൻ വേണ്ടി ചെയ്തിട്ടില്ലേ? ലൈഫ് മിഷൻ പദ്ധതി അടിച്ചു മാറ്റാൻ വേണ്ടി ചെയ്തില്ലേ? എന്തെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പാവപ്പെട്ടവരെ, ആദിവാസികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് എന്തുകൊണ്ട് ആനുമതി പൂർത്തീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ 3 മന്ത്രിമാർ വന്നു ചർച്ച നടത്തി, എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ MV ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വത്തിൽ അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞ് പുറത്തു വന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ കളക്ടറേറ്റ് പഠിക്കൽ ഒരു സമരം നടത്തി 6 ആളുകളെ കൊണ്ടുവന്ന് ആനമതിലുമായി ബന്ധപ്പെട്ട് എന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. ഇപ്പോൾ ഗവൺമെന്റ് സമ്മതിച്ചിട്ടുണ്ട്, പണം അനുവദിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആനമതിൽ ഇതാ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കിയ പോലെ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ സാധിക്കണ്ടേ? നടപ്പിലാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടേതായ ശ്രദ്ധ നമുക്കുണ്ടാകണം. MLA എന്ന നിലയിൽ പ്രിയപ്പെട്ട സണ്ണി ജോസഫ് ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ ഇവിടെ കാണുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ഞാൻ കടന്നുപോയില്ല. ഒരുപാട് വിഷയങ്ങൾ അതുമായി നമുക്ക് സംവദിക്കാനുള്ളതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട 5 മണിക്ക് ബഹുമാനപ്പെട്ട MLAക്ക് നിങ്ങളോട് കാര്യങ്ങൾ കൃത്യമായി പറയേണ്ടതായിട്ടുണ്ട്. എനിക്ക് നീണ്ടുപോയോ എന്നൊരു സംശയം ഇല്ലായികയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഒരു ധാർമ്മികമായ സമരമാണ്. ഇത് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയും പ്രിയപ്പെട്ട MLA ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നിർത്തുന്നു. ജയ്. മഴക്കുന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ശാലണി കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീർ ചാത്തോ. നമ്മളെ കുറഞ്ഞ വാക്കിൽ ആശംസ അറിയിക്കാൻ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി മെമ്പറും പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ഷാജി അതർവോപം ചെയ്യുന്നു. ഉപവാസ സമരം അനുഷ്ഠിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അദ്ദേഹത്തോടൊപ്പം ഈ ഉപവാസ സമരത്തിൽ പങ്കാളികളായിട്ടുള്ള സമരഭടന്മാരെ, ഈ സമരത്തെ വളരെ താല്പര്യപൂർവ്വം നിരീക്ഷിക്കുന്ന ഈ മേഖലയിലെ പ്രിയപ്പെട്ട ജനങ്ങളെ, നാട്ടുകാരെ, കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനകീയ മനസ്സാക്ഷി ഉണർത്തുന്നതിനു വേണ്ടി, ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കുന്നതിനു വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട MLA സണ്ണി ജോസഫ് അവർ ഈ ഉപവാസ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ആളുകൾ മരിച്ചു വീഴുകയാണ്. കാട്ടാന ചവിട്ടിക്കൊല്ലുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഈ നാട്ടിലുണ്ടായപ്പോൾ
അത് അറുതി വരുത്തേണ്ട ഭരണകൂടം കാണിക്കുന്ന നിസ്സംഗത, അത് നാടിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും നാം കാണാത്ത വിധത്തിലേക്ക് വലിയ അവഗണനയും നിസ്സംഗതയും പുലർത്തി കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. വനം വകുപ്പ് മന്ത്രി, അങ്ങനെ ഒരു മന്ത്രി ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ കഴിയാത്ത വിധത്തിലേക്ക് അലസനായി ഒരു കാര്യവും ഏറ്റെടുക്കാതെ, ഒരു കാര്യത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയാതെ, ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ചുകൊണ്ട് കൃത്യമായ മാർഗനിർദ്ദേശം കഴിയാത്ത വിധത്തിൽ അമ്പെ പരാജയപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെ നാടായി കേരളം മാറിയതിന്റെ തിക്തഫലമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആറളത്താണെങ്കിലും മറ്റു പ്രദേശങ്ങളിലാണെങ്കിലും എന്റെ പഞ്ചായത്തിൽ, ഉളിക്കൽ പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് വെച്ച് ഒരു പാവപ്പെട്ട കൃഷിക്കാരനെ കാട്ടാനെ ചവിട്ടിക്കൊന്നിട്ട് 1.5 വർഷം തികയുന്നതേയുള്ളൂ. അതിനു മുമ്പ് ഉളിക്കൽ പഞ്ചായത്തിന്റെ കുണ്ടേരി ഭാഗത്ത് നിന്ന് പ്രവേശിച്ച കാട്ടാന അത് ഉളിക്കൽ വരെ വന്ന് തിരിച്ചു പായം പഞ്ചായത്തിൽ പോയി. ജസ്റ്റിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയും കൊണ്ട് രാവിലെ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന വഴിയിൽ കാട്ടാന പിടിച്ച് ചവിട്ടിക്കൊന്ന ആ ചെറുപ്പക്കാരന്റെ മരണം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു മരണമായിരുന്നു. ഭാവിൽ 14 ആളുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിക്കുന്നു. സിംഹവും പുലിയും കടുവയും അടക്കം കുരങ്ങനും എന്തെല്ലാം വന്യജീവികളുണ്ടോ അതെല്ലാം നാട്ടിലേക്ക് കടന്നു വരുന്നു. ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. ഇവിടെ പറയുമ്പോൾ ഈ ഗവൺമെന്റിന്റെ നിസ്സംഗതയുടെ ഏറ്റവും വലിയ ഉദാഹരണം, എന്റെ നാട്ടിൽ സോളാർ ഫെൻസിംഗിന് വേണ്ടി ത്രിതല പഞ്ചായത്തുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞങ്ങൾ 45 ലക്ഷം രൂപ കണ്ണൂർ DFOയുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. ഡെപ്പോസിറ്റ് വർക്കായി. ആ പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടി 1 വർഷം കാത്തിരുന്നിട്ടും ഞങ്ങൾ അടച്ച പണം കൊണ്ട് സോളാർ ഫെൻസിംഗ് നടത്താൻ കഴിയാത്ത ഒരു സംവിധാനമായി ഈ ജില്ലയിലെ വനം വകുപ്പ് DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർ മാറിയെന്ന് പറഞ്ഞാൽ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള സമരവുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഭരണകൂടം തയ്യാറാകുന്നില്ലെങ്കിൽ ഇവിടെ ബഹുമാന്യ DCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ വലിയ സമര പരമ്പരകൾക്ക് ഈ മലയോരം നേതൃത്വം കൊടുക്കേണ്ടി വരും. അതിനുള്ള നേതൃത്വം പ്രിയപ്പെട്ട സണ്ണി ജോസഫ് ഏറ്റെടുത്തതിൽ വളരെ അഭിമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട MLA അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി മട്ടന്നൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് EP ഷംസുദ്ദീൻ, അതുപോലെ സെക്രട്ടറി, അതുപോലെ തന്നെ ലത്തീഫ് ശിവപുരം വൈസ് പ്രസിഡന്റ്, PM മാബുക്കി ജില്ലാ കമ്മിറ്റി അംഗം തുടങ്ങിയ നേതാക്കൾ ആരമണിയിക്കുക. വിമുക്ത പഠൻ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ജില്ലാ കൺവീനർ A കുഞ്ഞിരാമൻ നമ്പ്യാർ, B പുരുഷോത്തമൻ നമ്പ്യാർ, VK സത്യൻ നമ്പ്യാർ, K പ്രഭാകരൻ നമ്പ്യാർ, വിഷ്ണു കുഞ്ഞാട്, പോൾ KK എന്നിവർ അരമണിക്കും. മൈനോറിറ്റി കോൺഗ്രസ് പേരാവൂർ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ റഷീദ് TK കുഞ്ഞാട്. അധ്യാപക സംഘടനയ്ക്ക് വേണ്ടി അരമണിയിക്കുന്നത് പ്രിയപ്പെട്ട സജി മാഷാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുക. സമയം കുറവാണ്, പെട്ടെന്ന് മാറിക്കൊടുക്കണം. കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട പോക്കു പേരാവൂർ. പായം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് റയീസ് കഞ്ഞിറക്കൽ അരമണി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചടങ്ങിന്റെ തുടക്കം മുതൽ
ഇപ്പോൾ ചടങ്ങ് അവസാനിക്കുന്നത് വരെയും ഇവിടെ വന്ന് ഇരുന്ന് ആശീർവദിച്ച് നമുക്ക് വേണ്ടി ഇവിടെ തന്നെ ഇരുന്ന പ്രിയപ്പെട്ട ശിവഗിരി മഠം സ്വാമിജി പ്രേമാനന്ദജി ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് രാത്രി 10 മണിന്റെ ട്രെയിനിന് ഹൈദരാബാദിൽ പോകേണ്ടതാണ്. ഇത് കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. നമ്മളോട് 2 വാക്ക് സംസാരിക്കാൻ പ്രിയപ്പെട്ട സ്വാമിജിയെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അഭിനന്ദനായ അധ്യക്ഷൻ ഇബ്രാഹിം മണ്ടേരി അവർ, അഭിനന്ദനായ പേരാവൂർ മണ്ഡലം MLA സണ്ണി ജോസഫ് നടത്തുന്ന യാഗോജ്വലമായ ഉപവാസത്തിൽ സംബന്ധിക്കുന്ന വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെയും മുസ്ലിം ലീഗ് UDFന്റെ അതോടൊപ്പം ഇതര പ്രസ്ഥാനങ്ങളുടെയും സാരഥ്യം, സാമുദായിക മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള സാരഥികളെ, അഭിവന്ദ്യ ധന്യാത്മാക്കളായ ധാർമ്മിക ശ്രേഷ്ഠരായ സജ്ജനങ്ങളെ, ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം വളരെ സത്വരമായി നടത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരു ദിവസം പോലും സമാധാനപരമായി ജീവിക്കാൻ പറ്റാത്ത ആറളം മേഖല ഉൾപ്പെടെ വയനാട്, പാലക്കാട്, നിലമ്പൂർ തുടങ്ങിയായിട്ടുള്ള ഒത്തിരി പ്രദേശങ്ങളിൽ ഇങ്ങനൊരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന് പരിഹാരം അത്യാവശ്യമാണ്. എല്ലാ മനുഷ്യർക്കും എല്ലാ കുടുംബങ്ങൾക്കും സ്വസ്ഥമായി ജീവിക്കുവാൻ, ആദിവാസി സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്നതായിട്ടുള്ള തിക്താനുഭവങ്ങൾ അതീവ ഗുരുതരം തന്നെയാണ്. ഇതിനൊരു പരിഹാരം അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും, നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഗവൺമെന്റ്, കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഈ കാര്യത്തിൽ ശ്രദ്ധ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പിലോട്ട് കൊണ്ടുപോകും. ഇത്രയും പ്രസ്ഥാനങ്ങളെല്ലാം ഇന്ന് രാവിലെ തൊട്ട് വൈകുന്ന പ്ലംബാനി പിതാവ് ബിഷപ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഇതിന്റെ ഈ ഒരു സംരംഭം വൈകുന്നേരം വരെയും ഇത്രയും സജീവമായ രീതിയിൽ ചർച്ചകൾ നടത്തി ഒത്തിരി ആശയങ്ങൾ കൊണ്ടുവന്നായിട്ടുള്ള വലിയൊരു ഉപവാസങ്ങൾക്കും ധർമ്മ സഹന സമരത്തിന്റെ മഹാത്മജിയുടെ ആ വലിയൊരു സഹന സമരത്തിലാണ് ഈ ഉപവാസവും ഉള്ളത് എന്നുള്ളൊരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതുമാണ്. നമ്മൾ ഇന്നത്തെ ദിവസം മഹാശിവരാത്രിയാണ്. അതോടൊപ്പം ശ്രീനാരായണ ഗുരു അരിയിപ്പുറത്ത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വം വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് രേഖപ്പെടുത്തിയ, പ്രതിഷ്ഠ നടത്തിയ 137ാമത് വാർഷികവും സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി വർഷവും ഏൽക്കുന്നതായിട്ടുള്ള വലിയൊരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാൻ സാധിക്കും, റമളാന്റെ സമാരംഭത്തിലേക്ക് കടക്കുന്നതായിട്ടുള്ള വാവ് നാളെയാണ് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുന്നത്. അങ്ങനെ എല്ലാം കൂടിച്ചേർത്ത് വരുന്ന ഈ ഒരു സംരംഭത്തിൽ ഇങ്ങനെയൊരു ഉപവാസം സണ്ണി ജോസഫ് അവർ നടത്തിയിരിക്കുന്ന ഈ ഉപവാസം നമുക്കെല്ലാവർക്കും മാതൃകയാവട്ടെ. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ സജീവമായി മുമ്പിലോട്ട് വന്നുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഒത്തൊരുമിച്ച് നമ്മുടെ നാട്ടിൽ സജീവമായ രീതിയിൽ ജീവിക്കുവാൻ സമാധാനം. ഇനിയൊരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു ഉണ്ടാവാൻ പാടില്ല. ഇതുവരെയും ഇങ്ങനെയൊരു സംഭവിച്ച ആ പരേതാത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. സത്യമേവ ജയതേ. ജഗന്നാഥന്റെ, അള്ളാഹുവിന്റെ, കർത്താവിന്റെ, ഈശാമിശിഹായുടെ എല്ലാം അനുഗ്രഹം, എല്ലാ മൂർത്തികളുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, സമയം വളരെ അതിക്രമിച്ചു. 2 വാക്കിൽ ആശംസ പറയാൻ മട്ടന്നൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AP ഷംസുദ്ദീനെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ
ഇബ്രാഹിം മുണ്ടേരി സാഹിബ് ഇന്ന് രാവിലെ മുതൽ മനുഷ്യജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പേരാവൂർ നിയോജക മണ്ഡലത്തിന്റെ ജനകീയ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവരുടെ DCCയുടെ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കന്മാരെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാർ, 10 വർഷത്തിനിടയിൽ 14ഓളം മനുഷ്യമക്കൾ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ഒരു നിസ്സംഗതയോടുകൂടി നോക്കിക്കാണുന്ന ഈ കാര്യങ്ങളെല്ലാം വളരെ നിഷ്ക്രിയമായി നോക്കിക്കാണുന്ന ഒരു സാഹചര്യത്തിലാണ് തന്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ചവിട്ടേറ്റ് മരിക്കുന്ന ആ ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ നേരിൽ കണ്ട് വേദനിക്കുന്ന ഹൃദയത്തോടെ ഇത്തരത്തിലൊരു ഉപവാസ സമരവുമായി MLA മുന്നോട്ട് വന്നിട്ടുള്ളൂ. MLAയുടെ ഈ സമരം ഒരു ഉപവാസ സമരമായി കണ്ടുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകാത്ത പക്ഷം ഇവിടെയുള്ള ജനങ്ങൾ തെരുവിലിറങ്ങി ഈ ഗവൺമെന്റിനെ കൊണ്ട് ഈ കാര്യത്തിൽ സ്വത്വര നടപടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ബഹുജന പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്നാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണയും അവർ നൽകുന്ന സൂചനകളും എന്ന് മനസ്സിലാക്കാൻ ഇവിടെയുള്ള ഭരണാധികാരി വർഗം തയ്യാറാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് MLAയുടെ ഉപവാസ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും മുസ്ലിം ലീഗ് മട്ടന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ഇരിട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി PP അബ്ദുള്ളക്കുട്ടി ഷാൾ അണിയിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ ഇരിട്ടി മേഖലയിലെ വ്യാപാരികൾക്ക് വ്യാപാരി എന്ന ഒരു സംഘടനയുണ്ട്, വ്യാപാരികൾക്കെന്ന് അറിയിക്കുകയും ഇരിട്ടിയിൽ വ്യാപാരികൾക്കായിട്ടൊരു മർച്ചന്റ് ബാങ്ക് സംവിധാനം കൊണ്ടുവരികയും ചെയ്ത പ്രിയപ്പെട്ട കുഞ്ഞിമൂസ ഹാജി 2 വാക്കിൽ ആശംസ പറയുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഈ ധർമ്മസമരത്തിന്റെ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഇവിടെ പ്രസംഗിക്കുന്നതിന് സമയവുമില്ല, തയ്യാറുമില്ല. പക്ഷേ നമ്മുടെ പേരാവൂരിന്റെ പ്രിയ നായകൻ, നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട MLA വളരെ സുപ്രധാനമായ മനുഷ്യന്റെ ജീവന് വിലകൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ ധാർമ്മിക വിപ്ലവത്തിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും പിന്തുണയും നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു. ജയ് ഭാരത്. നമ്മുടെ സമരനായകൻ ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട സമരനായകൻ നമ്മെ അഭിമുഖീകരിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഉപവാസം അവസാനിപ്പിക്കുന്നത്. ആദ്യം അദ്ദേഹം സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ നമ്മൾക്ക് കേൾക്കാം. എല്ലാവരെയും അതിനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന നിങ്ങളെല്ലാവരെയും ശ്രദ്ധ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് പ്രിയപ്പെട്ട MLA ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ ഇബ്രാഹിം മുണ്ടേരി, ബഹുമാനായ സ്വാമിജി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, മറ്റ് സഹപ്രവർത്തകരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാനിന്ന് രാവിലെ മുതൽ ഇവിടെ എത്തി. ഈ സമരത്തിന് പിന്തുണയും വിജയാശംസകളും നേർന്ന് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നവർക്കും ഇവിടെ നിന്ന് പല സാഹചര്യങ്ങൾ കൊണ്ട് നേരത്തെ പല സമയത്ത്
ഈ വിഷയത്തിന്റെ തലനാരിഴ കീറി നിരവധി ആളുകൾ സംസാരിച്ചു. സ്വാമിജി വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും ഇതിന് കേരള വ്യാപകമായിട്ടുള്ള വ്യാപ്തിയെ സംബന്ധിച്ച് നിലമ്പൂരിലെയും പാലക്കാട്ടിലെയും വയനാട്ടിലെയും എല്ലാ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. DCC പ്രസിഡന്റ് വികാരഭരിതനായി തന്നെ സംസാരിച്ചു. PC ഷാജിക്ക് സമയം മുണ്ടേരി നിയന്ത്രിച്ചതിന് വിധേയമായി ചുരുങ്ങിയ വാക്കുകൾ സംസാരിച്ചു. അതിനേക്കാളെല്ലാം ഉപരിയായി നമുക്കറിയാം പാമ്പ്ളാനി പിതാവ് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, കേരള സർക്കാരിനെ പുനർചിന്തനത്തിന് വിധേയമാക്കുന്ന കടുത്ത ഭാഷയിൽ തന്നെയാണ് സംസാരിച്ചത്. ഉസ്താദ് ഭരണഘടന കോട്ട് ചെയ്ത് സംസാരിച്ചു. നിരവധി പ്രസംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് നടത്തിയത്. ഈ സമരത്തിന് നമ്മുടെ നിർബന്ധിതമായ സാഹചര്യം എല്ലാവർക്കും അറിയാം. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ആർണം ആദിവാസി മേഖലയിൽ 2 സഹോദരങ്ങളുടെ ജീവൻ, ഇവിടെ വേലായുധനും ശോഭയും എല്ലാം പറഞ്ഞതുപോലെ ആന ചവിട്ടി അരയ്ക്കുക തന്നെയായിരുന്നു. അത് കാണാൻ ആംബുലൻസിൽ അത് കൊണ്ടുപോകാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ ചെന്നത്. വേലായുധനും ശോഭയും എന്നോട് പറഞ്ഞത് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞെങ്കിലും ധൈര്യം സമാഹരിച്ചത് കാണാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു, കാണുകയായിരുന്നു. അവിടെ അണപൊട്ടി ഒഴുകിയ വികാരം, ആ വികാരം സ്വാഭാവികമായിട്ടും ഉണ്ടായ ഒരു വികാരം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരാവശ്യപ്പെട്ടത് കളക്ടർ വരണം. ഞാൻ കളക്ടറെ ആ സ്പോട്ടിൽ നിന്ന് വിളിച്ചു. എല്ലാവരും പറഞ്ഞതുപോലെ ഇരുട്ടായിരുന്നു. ലൈറ്റ് ഇട്ടാൽ, നമ്മളുടെ ഫോണിന്റെ ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വലിയ തേനീച്ച, കാട്ടുതേൻ വന്ന് കൊത്തുന്ന സാഹചര്യം ഉണ്ടായി. വേലാതിനൊക്കെ കൊത്തുകിട്ടി. ഞാനെന്തായാലും ആളുകളുടെ പ്രതിഷേധം, ആ പ്രതിഷേധത്തിനിടയിൽ അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ കളക്ടറെ വിളിച്ചു, മന്ത്രിയെ വിളിച്ചു. അപ്പോൾ ഫോറസ്റ്റ് CCF എന്നെ ഇങ്ങോട്ട് വിളിച്ചു. കളക്ടർ വരുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു. മന്ത്രി എന്നോട് പറഞ്ഞു ഞാൻ സംസാരിക്കാം, സണ്ണി കൂടി കളക്ടറോടൊന്ന് പറയാൻ പറഞ്ഞു. ഏതായാലും സബ് കളക്ടറെ അയച്ചു. സബ് കളക്ടറെ കൂട്ടി അവിടെ പോയി. വിഷയം പൂർണ്ണമായിട്ട് തീർന്നില്ല. മന്ത്രി പിറ്റേന്ന് വരുമെന്ന് പറഞ്ഞു. ചർച്ച നടത്തി. പിറ്റേന്ന് മന്ത്രി പോകുന്ന രംഗമെല്ലാം നമ്മളുടെ ദൃശ്യമാധ്യമങ്ങൾ അതുപോലെ പത്രമാധ്യമങ്ങൾ ജനങ്ങൾക്ക് നന്നായിട്ട് വിവരിച്ചു. അവിടെയെല്ലാം പ്രകടിപ്പിച്ചിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധം, ആ പ്രതിഷേധം നമ്മളെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കാൻ പര്യാപ്തമാണ്. ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കേരളത്തിന്റെ പ്രശ്നം എന്താണ് എല്ലാവരും പറഞ്ഞു. കേരളം ഇന്ത്യ രാജ്യത്ത് വനവിസ്തൃതി കൂടിയ സംസ്ഥാനമാണ്. കേരളം ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ്. പൊതുവെ സ്ഥലവിസ്തൃതി കുറഞ്ഞ സംസ്ഥാനമാണ്. 38,000 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിന്റെ വിസ്തൃതിയെങ്കിൽ അതിന്റെ ഏതാണ്ട് 1/3 വനമാണ്. ഞാൻ വനം സബ്ജക്ട് കമ്മിറ്റിയിലെ അംഗമെന്ന നിലയിൽ 2011 ഞങ്ങൾക്ക് വനം വകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടുമ്പോൾ അത് 29.15% കഴിഞ്ഞ 2 ആഴ്ച മുൻപ് കിട്ടിയ റിപ്പോർട്ടിൽ അത് 29.65% ഈ 10-12 കൊല്ലം കൊണ്ട് 0.40 അല്ലെങ്കിൽ 50% വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വലിയ വർധനവ് തന്നെയാണ്. കാരണം നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾ കൃഷിഭൂമി വിട്ടൊഴിഞ്ഞ് വാടക വീടുകളിലേക്ക്, ചിലരൊക്കെ ടൗണിൽ മക്കളൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്ത് ടൗണിൽ വീടെടുക്കാൻ സാധിക്കുന്നുവെങ്കിലും അധികം പേരും വാടക വീട്ടിലേക്ക്. എന്നെ കൊട്ടിയൂരിൽ നിന്ന് നിരന്തരമായി വിളിക്കുന്ന ഒരു ചേട്ടത്തി ഉണ്ടായിരുന്നു, പൂങ്കുഴി ചേട്ടത്തി. ആ ചേട്ടത്തി വാടക വീട്ടിൽ 1000 രൂപയുടെ വലിയ വാടക വീടല്ല, 2 ഏക്കർ സ്ഥലമുള്ള ചേട്ടത്തിക്ക് അവിടെ നിൽക്കാനോ കൃഷി ചെയ്യാനോ കഴിയാതെ വാടക വീട്ടിലേക്ക് താമസം മാറ്റി. ഞാൻ ആ ചേട്ടത്തി നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ പോയി. ഞാൻ നിയമസഭയിൽ ഇവിടെ ഇപ്പൊ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ തൂങ്കഴിച്ചുകൊടുത്തയുടെ പേരെടുത്ത് ഞാൻ കേരള നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സർക്കാർ ഒരു റീലൊക്കേഷൻ, കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും തിരുവനന്തപുരത്ത് വന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് അതിലെ അപാകതകൾ, റീലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ജനങ്ങളെ സഹായിക്കലല്ല. 2.5 ഏക്കർ വരെ സ്ഥലത്തിന് 15 ലക്ഷം രൂപ.
5 സെന്റിനാണെങ്കിലും 15 ലക്ഷം. ഞാൻ നിയമസഭയിലും സബ്ജക്ട് കമ്മിറ്റിയിലും പറഞ്ഞു അത് അന്യായമാണ്. 2.5 ഏക്കർ സ്ഥലത്തിന് വില നിശ്ചയിക്കാതെ. നേരത്തെ ഇവിടെ ആരോ പ്രസംഗിച്ചപ്പോൾ മർമ്മപ്രധാനമായ ഒരു പോയിന്റ് പറഞ്ഞു. വിമാനത്താവളത്തിനും റോഡിനും സ്വർണത്തിന്റെ വില കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ അനവസ്ഥിതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വനാതിർത്തിയിൽ താമസിക്കുന്നവര് ഭൂമി വിട്ടുകൊടുക്കാൻ അവരെ വന്യമൃഗശല്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ നിർബന്ധിതരാകുമ്പോഴാണ് ഇങ്ങനെ അവസാനം തൂക്കുഴിച്ചെടുത്തിക്ക് ഒരാശ്വാസം കിട്ടിയത്. പക്ഷെ ഭർത്താവിന്റെ ഭൂമിക്ക് വില കിട്ടിയില്ല. ഭർത്താവിനെയും പി സി രാമകൃഷ്ണനൊക്കെ നന്നായിട്ട് അറിയാം. ഭർത്താവിനെയും ഭാര്യയും ഒരു യൂണിറ്റായി കാണുന്നതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും പേരിലുള്ള സ്ഥലത്തിൽ ഒരാൾക്ക് മാത്രം പൈസ കിട്ടി. ഇപ്പോഴും ചേട്ടത്തി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ആളുകളുടെ പ്രയാസം. ഞാൻ കൊട്ടിയൂരിൽ സംസാരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മലയോര യാത്ര കൊട്ടിയൂരിലെത്തി അവിടെ സംസാരിച്ചപ്പോൾ വഴക്കുന്നിലെ വിനോദിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ വിനോദ് പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത കസേരയിൽ, ഞാൻ എന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ്, ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തിരിക്കുകയായിരുന്നു. വിനോദ് വന്നപ്പോൾ ഞാൻ എന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവറായ ആന ചവിട്ടി അരച്ച കാലുകൾ തകർന്ന പപ്പടം പോലെ തകർന്ന നട്ടെല്ല് പൊട്ടിയ ഈ 15 ലക്ഷം രൂപയിലധികം ചെലവ് ചെയ്ത് അതിന്റെ ബലത്തിൽ ജീവിക്കുന്ന വിനോദിനെ പ്രതിപക്ഷ നേതാവിന്റെ സീറ്റ് അടുത്തിരുത്തി. ഞാൻ എഴുന്നേറ്റിട്ട് പ്രതിപക്ഷ നേതാവ് ആദ്യം വിചാരിച്ച എന്താ ഇത്? ഈ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചത്. പിന്നെ എന്നേക്കാൾ അദ്ദേഹത്തിന് വിനോദിന്റെ കേസ് മനസ്സിലായി. നിരവധി പേർ, നമ്മൾ ആറളത്തെ 14 ആളുകൾ മരിച്ചു. ആറളത്ത് മാത്രമല്ല, നേരത്തെ ഇവിടെ സംസാരിച്ച ജോസ് കുമര പറഞ്ഞു. ഉളിക്കലിലെ ജോസ്, പെരിങ്കലിയിലെ ജസ്റ്റിൻ, കൊട്ടിയൂരിൽ 2-3 ആളുകൾ, പാളത്തോട് അത് ഇപ്പൊ സുബ്രഹ്മണ്യൻ ആത്മഹത്യയായി ധ്യാനത്തിന്റെ അയ്യങ്കുന്നിനെ മറക്കാൻ സാധിക്കും. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കൃഷിക്കാരൻ അയ്യങ്കുന്നിന്റെ മലമടക്കിൽ 2 ഏക്കർ സ്ഥലമുള്ള വ്യക്തിക്ക് അവിടെ ആനശല്യം കൊണ്ട് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം കച്ചേരിക്കടവിലേക്ക് ഒരു വാടകയില്ലാത്ത വീട്ടിലേക്ക് താമസം മാറ്റി. ആ വീട്ടുകാര് കല്യാണത്തിന്റെ ഒരാവശ്യം വന്നപ്പോൾ ഈ വീട് ഒഴിഞ്ഞ് തരണമെന്ന് പറഞ്ഞില്ല, തരുമോ എന്ന് ചോദിച്ചു. അതിന്റെ മനോവിഷമം. താൻ സൗജന്യമായിട്ട് താമസിക്കുന്ന വാടക വീട് അതിന്റെ ഉടമസ്ഥൻ ഒഴിഞ്ഞ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ സൗമ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു വീട്ടുടമസ്ഥൻ സുബ്രഹ്മണ്യൻ. എന്ത് ചെയ്തു? അദ്ദേഹം നേരെ പോയി കുളിച്ച് ബാർബർ ഷോപ്പിൽ പോയി മുടി കുളിച്ച് നല്ല ഡ്രസ്സും ധരിച്ച് ഭാര്യ ഉണ്ടാക്കി വെച്ചിരുന്ന 2 ആക്കുമായി ഉണ്ടാക്കി വെച്ചിരുന്ന മത്സ്യം പൊരിച്ചത് ഉൾപ്പെടെ എടുത്ത് കഴിച്ച് ഭാര്യയെ വിളിച്ച് മീൻ പൊരിച്ചത് തീർന്നുപോയി, നീ വരുമ്പോൾ കൂടുതൽ മീൻ വാങ്ങിയിട്ട് വരണമെന്ന് ഭാര്യയോട് പറഞ്ഞ് അദ്ദേഹം ആ പറമ്പിൽ വീട്ടുകാർക്ക് അസൗകര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അടുത്ത പറമ്പിലെ മരക്കൊമ്പിൽ തൂങ്ങി വെച്ചു. ഫോറസ്റ്റുകാരുടെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തിന്റേത് മരണമല്ല, കൊലപാതകമാണ്. നിരവധിയായ ഇത്തരം കേസുകൾ. ഞാന് നിയമസഭയിൽ എത്രയോ തവണ ഇനി ഞാൻ എന്താ പറയേണ്ടതെന്ന് സമയം കിട്ടിയാൽ എന്റെ ഒരു ഫേസ്ബുക്ക് 2020 ഞാൻ ഫേസ്ബുക്ക് ലൈവിൽ ചെയ്ത ഒരു ഏതാണ്ട് അരമണിക്കൂർ നേരത്തെ ഇത് സംബന്ധിച്ച എന്റെ ഒരു നിലപാട് ഞാനൊന്ന് എടുത്തു നോക്കിയപ്പോഴാണ് എത്രയോ നേരത്തെ 2020 മുൻപ് തന്നെ ഈ വിഷയങ്ങൾ എത്രയോ ഗൗരവത്തിൽ നമ്മുടെ സർക്കാരുകളുടെ മുൻപിൽ മലയോര പ്രദേശങ്ങളിലെ MLA മാർ, ഇപ്പോൾ സജീവ് ജോസഫ്, നേരത്തെ KC ജോസഫ്, ഇപ്പോൾ TCTക്ക്, നേരത്തെ ഇപ്പോഴും IC ബാലകൃഷ്ണൻ, PV അൻവർ തന്നെ കക്ഷി നേതാവിന് എന്റെ ഒരു പ്രസംഗത്തിൽ ബഹുമാനായ VS പോലും, VS മലമ്പുഴയിലെ MLA ആയിരുന്നപ്പോൾ VS അച്യുതാനന്ദൻ പോലും നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ നിർബന്ധിതമായ സാഹചര്യം ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. 2 അടിയന്തര പ്രമേയങ്ങൾ. ഒന്ന് പെരിങ്കലിയിലെ ജസ്റ്റിൻ മരിച്ചപ്പോഴാണ്. നിയമസഭ ചേരുന്ന സമയത്താണെങ്കിൽ അടിയന്തര പ്രമേയത്തിന് സാധ്യത കിട്ടുകയുള്ളൂ. അതുപോലെ വയനാട്ടിൽ കടുവ പിടിച്ച ആളെ കൊന്നപ്പോഴാണ്. ആ കടുവ എവിടെന്നാ പോയത്? ആ കടുവ മാത്രയിൽ നിന്ന് ഉളിക്കലിൽ നിന്ന് പുറപ്പെട്ട കടുവ ഉളിക്കല് കഴിഞ്ഞ് പായം വന്ന് കടുവ ശരിയായ പദയാത്ര നടത്തി പായത്ത് നയ്യങ്കുന്നി കയറി, ആർമത്ത് കയറി, കടിച്ചാർ കയറി, അവസാനം ആ കടുവ വയനാട്ടിലെത്തി. അവിടുത്തെ ഒരു മധ്യവയസ്കനെ അദ്ദേഹത്തിന്റെ വീട്ടുപറമ്പിൽ കടിച്ചു കൊലപ്പെടുത്തി. രാധയെ കൊലപ്പെടുത്തിയപ്പോൾ
നേരത്തെ പറഞ്ഞ വിളിത്താൻ സംസാരിച്ചപ്പോൾ രാധയുടെ വസ്ത്രം മാത്രമല്ല, രാധയുടെ കമ്മൽ, രാധയുടെ തലമുടി, ആ കടുവയുടെ വയറ് പോസ്റ്റ്മോർട്ടം ചെയ്ത് കീറി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ രാധയുടെ കമ്മലും രാധയുടെ തലമുടിയും ആ കടുവയുടെ വയറ്റിൽ നിന്ന് കിട്ടി. രാധയുടെ കുടുംബത്തിന്റെ വേദന, തൊണ്ടർനാട് സലുവിന്റെ വേദന, കുടുംബത്തിന്റെ വേദന. പയ്യമ്പള്ളിയിലെ അജീഷിന്റെ കുടുംബം, അജീഷിന്റെ വീട്ടിൽ ആന കയറിയത് എങ്ങനെയാണ്? ആന വരുന്നറിഞ്ഞിട്ടോ അജീഷ് ഓടിക്കയറി, വലിയ സ്റ്റെപ്പ് കയറി, സ്റ്റെപ്പ് ചെറിയ ഇടുങ്ങിയ സ്റ്റെപ്പാണ്, പക്ഷെ ആന എങ്ങനെ കയറിയെന്നറിയില്ല, കാലിന്റെ ഉയരം കൊണ്ടായിരിക്കും. ആ സ്റ്റെപ്പ് കയറിയിട്ടാണ് അജീഷിനെ കൊലപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധി അവിടെ വന്നു. രാഹുൽ ഗാന്ധി എന്ന എം പിയാണ്. അദ്ദേഹം അന്ന് കർണാടക സർക്കാരിനോട്, കർണാടകത്തിൽ നിന്ന് വന്ന ആനയാണ്, ആനയ്ക്ക് സ്റ്റേറ്റിന്റെ ബോർഡർ അറിയില്ലല്ലോ, കർണാടക സർക്കാരിനോട് നഷ്ടപരിഹാരം അല്ലെങ്കിൽ സഹായം കൊടുക്കാൻ പറഞ്ഞ ഒരു 15 ലക്ഷം രൂപ ഓഫർ ചെയ്തു. അപ്പോഴാണ് കർണാടകത്തിലെ പ്രതിഷേധം ഉയർത്തി രാഷ്ട്രീയക്കാര് ചിലര്, ഞാൻ പേര് പറയുന്നില്ല ആരെയും, അപ്പോഴാണ് കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എന്നോട് വയനാട് ഇലക്ഷൻ സമയത്ത് വയനാട് DC പ്രസിഡന്റ് അപ്പച്ചേട്ടൻ പറഞ്ഞതാണ്, KPCC പ്രസിഡന്റ് പാർട്ടിയുടെ 15 ലക്ഷം രൂപ തന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്ക് പാലിക്കണം എന്നതുകൊണ്ട് ആ 15 ലക്ഷം രൂപ വീട്ടിലെത്തിച്ചു എന്ന് പറഞ്ഞു. ഒരു വീട്ടുകാർക്കേ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ വിഷയം ഞാൻ നിയമസഭയിൽ 2 തവണ അടിയന്തര പ്രമേയമായി, അത് ഈ സഭ വന്നതിന് ശേഷം മാത്രമാണ്, ഈ 15ാം കേരള നിയമസഭയിലാണ്. സിദ്ദിഖ് ഒരു പ്രാവശ്യം കൊണ്ടുവന്നു, കൊടനാടൻ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കൊണ്ടുവന്നു. പക്ഷെ സർക്കാര് ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യാൻ, നിയമസഭയുടെ മറ്റ് നടപടികൾ കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ ഈ സമയം ചർച്ച ചെയ്യാൻ നിശ്ചയിച്ചാൽ കൂടുതൽ സമയം കിട്ടുന്ന ഭരണകക്ഷിക്കാണ്. എണ്ണത്തിനനുസരിച്ചാണ് സമയം സ്പീക്കർ അലോട്ട് ചെയ്യുന്നത്. ഭരണകക്ഷിക്ക് കൂടുതൽ സമയം കിട്ടും. പ്രതിപക്ഷത്തിന് ആകെ കിട്ടുന്നത് 10-60 മിനിറ്റ് ആയിരിക്കും. ഒരു 3 മണിക്കൂർ ചർച്ചയിൽ 1 മണിക്കൂർ കിട്ടുള്ളൂ പ്രതിപക്ഷത്തിന്, 2 മണിക്കൂർ ഭരണകക്ഷിക്കാണ്. പക്ഷെ ആ ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് ഈ 4 അടിയന്തര പ്രമേയങ്ങൾ വന്നപ്പോഴും ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. നേരത്തെ സംസാരിച്ചപ്പോൾ VA നാരായണനും സജീവ് മാറോളിയും പ്രസക്തമായ കാര്യം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി നാളെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരാ വിളിച്ചത്? ഉദ്യോഗസ്ഥന്മാരെയാണ്, വകുപ്പ് സെക്രട്ടറിമാരാണ്. അവര് കാര്യം വല്ലതും കണ്ടിട്ടുള്ളൂ. നേരത്തെ ഒരു ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, അദ്ദേഹം ആനമതിലിനെ കണ്ടുകെട്ടിയതൊക്കെയായിരുന്നു. VP ജോയിസ് ചീഫ് സെക്രട്ടറി. ഞാൻ മന്ത്രിമാര് 3 പേര് വന്ന്, ആർലത്തെ ഒരാള് മരിച്ചതിന് ശേഷം 3 പേര് വന്ന് ആർലം ഫാമിൽ യോഗം ചേർന്ന് ആനമതിൽ നിർമ്മിക്കും എന്ന് മന്ത്രിമാര് പ്രഖ്യാപിച്ചു, തീരുമാനിച്ചു. ഞാൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഞാൻ യോഗങ്ങളിൽ സംസാരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ആവേശത്തിലല്ല. ഞാൻ നെടുവൂരിൽ ചേർന്ന യോഗത്തിലും സംസാരിച്ചത് വിഷയങ്ങൾ തീർക്കാൻ ഒരു ജനപ്രതിനിധി എന്നതിനുള്ള ഉത്തരവാദിത്വ ബോധത്തോടെ അതിൽ പങ്കാളിയായിക്കൊണ്ടാണ്. ഇവിടെ സമരത്തിൽ പോലും ആ നിലയാണ് സംസാരിക്കുന്നത്. ആർലത്ത് വന്ന് 3 മന്ത്രിമാരെ മതില് പണിയും എന്ന് തീരുമാനിച്ചിട്ട് തിരുവനന്തപുരത്തെത്തിയപ്പോൾ ചീഫ് സെക്രട്ടറി പറയുകയാണ് മതിലവിടെ പ്രായോഗികമാക്കാൻ. അപ്പൊ എന്നോടൊരു മന്ത്രി, ഇന്നത്തെ മന്ത്രിയല്ല, എന്നോട് പറഞ്ഞത് MLA തന്നെ ഒന്ന് ചീഫ് സെക്രട്ടറിയെ പോയി കണ്ട് സംസാരിക്കാൻ. ഞാനും ജസീറിനോടെ ചീഫ് സെക്രട്ടറിയെ പോയി കണ്ടു. ഏതായാലും ഞാൻ വിചാരിച്ചു കോപിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് ഞാൻ പോയത്. കാരണം കാര്യം നമ്മുടെ ആവശ്യമാണ്. അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു പിന്നെ മുഖ്യമന്ത്രി കൊണ്ട് ഇടപെട്ടു. മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ഇടപെട്ടു. മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു CM ഇടപെടണം. കാരണം മന്ത്രിമാര് നിസ്സഹാരായി നിൽക്കുകയാണ്. ആർലത്ത് വന്ന് വാക്ക് പറഞ്ഞ 3 മന്ത്രിമാർ അവസരം എന്നോട് MLA ഒന്ന് ചീഫ് സെക്രട്ടറിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ചീഫ് സെക്രട്ടറിയെ പകുതി മയക്കോടി വെച്ച് നിർത്തി. പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രി കൂടി സഹായം തേടി. അങ്ങനെയാണ് ആനമതിന് ഒരുപാട് പഴക്കമുണ്ട്. മതിലിനല്ല പഴക്കം, മതിലിന്റെ ഫയലിന് വേലാതിനോട് കുറച്ചു കാര്യം പറയും. 2018 ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ നേരത്തെ പട്ടികവർഗ മന്ത്രി AK ബാലൻ, അദ്ദേഹം കോഴിക്കോട് ലോ കോളേജിൽ എന്റെ സഹപാഠി കൂടിയാണ്, ബാലൻ വന്നൊരു ചടങ്ങിൽ ഞാൻ അധ്യക്ഷനാണ്. അധ്യക്ഷ പ്രസംഗത്തിലാണ് അന്ന് വേലായുധനും VP സാറും ഷിജിയൊക്കെ ഉണ്ട്. ആ അധ്യക്ഷ പ്രസംഗത്തിലാണ് ഈ മതിലിന്റെ ആവശ്യം, വളയഞ്ചാല് വരെ മതില് വന്നു നിൽക്കുന്നുണ്ട്, ഇങ്ങേ ഭാഗത്ത് മതിലിന്റെ ആവശ്യം പറയുകയും മന്ത്രി അത് എഗ്രി ചെയ്യുകയും പിന്നീട് അതിന് പട്ടികവർഗ വിഭാഗത്തിന്റെ പൈസ അനുവദിക്കുകയും ചെയ്തു. 2020 മാർച്ചിലാണ് ഭരണാനുമതി.
ഭരണാനുമതി എന്ന് പറഞ്ഞാൽ പൈസ മാറ്റിവെച്ചാലേ ഭരണാനുമതി കിട്ടുള്ളൂ. ധനകാര്യ വകുപ്പിന്റെയും പട്ടികവർഗ വകുപ്പിന്റെയും അനുമതി കിട്ടി, ഭരണാനുമതി കിട്ടിയ വർക്ക് ഇതുവരെ 2020 തുടങ്ങിയ വർക്ക്, ഫയൽ നീക്കം തുടങ്ങിയ വർക്ക്, ആ ഫയൽ നീക്കത്തിന്റെ പുറകെ ഞാനും വേലായുധനും സഞ്ചരിച്ചത്, ജസീറും ഞാനും സഞ്ചരിച്ചതിന്റെ കഥ പറഞ്ഞാൽ 1 മണിക്കൂർ പറയണം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ആർമത്ത് ധൈര്യസമേതം നിന്നത്. ആര് എന്ത് പറഞ്ഞാലും. പക്ഷെ ഹൈക്കണ്ടെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാം. ആ പ്രവർത്തനങ്ങൾ നിയമസഭയിൽ ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു 10 തവണയെങ്കിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, വനം സബ്ജക്ട് കമ്മിറ്റിയുടെ അംഗമെന്ന നിലയിൽ ഈ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് ചേർന്ന കമ്മിറ്റിയിലും ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരിഹരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് കൂടുതൽ ശക്തമായി പറയണം. അത് എന്റെ ഉത്തരവാദിത്തമായി ആറളത്തെ ജനങ്ങളുടെ കണ്ണുനീര് കണ്ടപ്പോൾ, ആറളത്തെ ജനങ്ങളുടെ വികാര പ്രക്ഷോഭം, അവരുടെ കണ്ണീരിന്റെ വില മനസ്സിലാക്കിയപ്പോൾ, ആ കുടുംബങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിയപ്പോൾ, ശോഭയുടെ പറഞ്ഞതുപോലെ ശോഭ വെള്ളിയേട്ടൻ എന്ന് വിളിക്കുന്ന എന്നോട് ആറളം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ജിമ്മി പറഞ്ഞത്, മരണപ്പെട്ട വെള്ളിയെ കോൺഗ്രസ് വെള്ളി എന്നായിരുന്നു വെള്ളിയെ നാട്ടുകാർ വിളിച്ചിരുന്നവർ. അത്രമാത്രം നമ്മളുമെല്ലാം ബന്ധപ്പെട്ട ആ കുടുംബം, ആ ഭാര്യയും ഭർത്താവും എവിടെ പോയാലും ഒന്നിച്ചേ പോവുള്ളൂ. മരണത്തിലേക്കും അവരെ ആനകൾ ഒന്നിച്ചു കൊണ്ടുപോയി. ആ കുടുംബത്തിന്റെ പ്രയാസം കണ്ടപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നതിൽ പോരായ്മയുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമുക്ക് ശക്തി കുറവുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമുക്ക് പ്രതിജ്ഞാബദ്ധതയുടെ പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ, ജനപിന്തുണയുടെ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ, നിശ്ചയദാർഢ്യത്തിന്റെ പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സർക്കാരിന്റെ മുൻപിൽ, പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഈ വിഷയം കുറെ കൂടി ശക്തമായി ഉയർത്താൻ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. മന്ത്രി വന്നപ്പോ രാവിലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്നെ തന്നെ വിമർശിച്ചുകൊണ്ടൊരു പോസ്റ്റ് കണ്ടു. കാരണം മന്ത്രി വന്നപ്പോ സംസാരിച്ച യുവതികളിൽ നല്ല ട്രെയിൻഡ് തന്നെയാണ്. യുവതികളിൽ ആദ്യം സംസാരിച്ച ആള് എല്ലാ കാര്യവും പറഞ്ഞതിന് ശേഷം ഒരു ചോദ്യം മന്ത്രിയുടെ മുമ്പിലിട്ടു. നിങ്ങൾ കണ്ടിരിക്കും സാറേ, ഇനി 1 മാസത്തിനുള്ളിൽ ഇവിടെ ഒരു ആദിവാസി ആനയുടെ അക്രമത്തിൽ പരാജയപ്പെടില്ല എന്ന് മന്ത്രിക്ക് ഒരു കടലാസിൽ എഴുതി ഒപ്പിട്ട് തരാൻ സാധിക്കുമോ? കടലാസ് ഞങ്ങൾ തരാം. മന്ത്രിക്ക് ഒരു കടലാസിൽ എഴുതി ഒപ്പിട്ട് തരാൻ സാധിക്കുമെന്ന് ചോദിച്ചു. മന്ത്രി മൈക്ക് എന്റെ കയ്യിലേക്ക് വന്നു. ഞാനാണ് ഉത്തരം പറയേണ്ടതായിട്ട് വന്നത്. ഞാൻ മന്ത്രിയാണ് പറയേണ്ടതെന്ന് ഒരു രാഷ്ട്രീയ നിലപാടോ കുതന്ത്രമോ ഞാൻ സ്വീകരിച്ചില്ല. മന്ത്രി സ്വീകരിച്ച നിലപാട് തന്ത്രപരമായ നിലപാടാണെന്ന് ഞാൻ കരുതുന്നു. എന്നോട് പ്രത്യേക താല്പര്യം ഉള്ള മന്ത്രി തന്നെയാണ്, പ്രത്യേക താല്പര്യം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണ് സാഹചര്യം, നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്, അതിന് മിനിറ്റ്സുണ്ട്. ആ മിനിറ്റ്സിന്റെ കോപ്പി ഞങ്ങൾക്ക് തരും, അതിന്റെ ഒരു കോപ്പി ഞാൻ നിങ്ങൾക്ക് തരാം എന്നാണ് പറഞ്ഞത്. അല്ലാതെ അപ്പുറത്ത് അവിടെ ആളിക്കത്തിക്കാനല്ല, അവിടെ കത്തുന്ന തീയിലേക്ക് എണ്ണ ഒഴിക്കാനല്ല, അവിടെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പിന്നീട് വീണ്ടും സംസാരിച്ചു. ഏതാണ്ട് അതിന്റെ എല്ലാം ഫലമായിട്ടാണ് തലേ ദിവസം ഉച്ചയ്ക്ക് മരിച്ച ആളുകളുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രത്യേകിച്ച് പിറ്റേ ദിവസം രാത്രിയിലാണ് സംസ്കരിക്കുന്നത്. അങ്ങനെയാണ് അന്തരീക്ഷത്തിൽ നിന്ന് പോയത്. അതിന്റെ വേദന, ആ വേദനയുടെ കൂടെയാണ് നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ട ബെന്നി ഫിലിപ്പിന്റെ ആ ചടങ്ങിൽ പങ്കെടുത്ത അവിടെ കൂടിയിരുന്ന ആളുകൾ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയാലോ എന്ന് ആലോചിച്ചത്. അതുകൊണ്ട് വളരെ പെട്ടെന്നാണ് തീരുമാനിച്ചത്. ഞാനാണ് തീരുമാനിച്ചത്. ഒരു സമയം ഞാൻ ആരോടും തന്നെ പറഞ്ഞിട്ടില്ല. അതിനിടയിൽ ആറളത്ത് വീണ്ടും മീറ്റിംഗ് വന്നു. ഇന്നലെ കളക്ടറേറ്റിൽ കർഷക കോൺഗ്രസിന്റെ സമരം, യൂത്ത് കോൺഗ്രസിന്റെ സമരം, കുറെ പരിപാടികൾ വന്നു. ആറളത്തിൽ ഇന്നലെ പൈസ കൊടുക്കാൻ വേണ്ടി പോയി. എങ്കിലും എല്ലാവരും ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി, പ്രാധാന്യം മനസ്സിലാക്കി, നന്നായിട്ട് സംഘടിപ്പിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്, നിരവധിയായ സംഘടനകൾ, മഹത് വ്യക്തികൾ, ഇവിടെ പിതാവിന്റെ പ്രസംഗം, സ്വാമിയുടെ പ്രസംഗം, ഉസ്താദിന്റെ പ്രസംഗം, രാഷ്ട്രീയ നേതൃത്വം ഒന്നടക്കം, വ്യാപാരികൾ, വിവിധ സംഘടനകൾ, UDFന്റെ ഘടകകക്ഷി പ്രവർത്തകന്മാർ, മട്ടന്നൂരിൽ നിന്നും തിരുക്കൂറിൽ നിന്നും എല്ലാം സഹപ്രവർത്തകർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വലിയ ഒരു ജനപിന്തുണ. അത് വ്യക്തിപരമായി എനിക്കുള്ള പിന്തുണയല്ല. ഈ വിഷയത്തിന്റെ കോസ്, ഈ വിഷയത്തിന്റെ ന്യായം, ഈ വിഷയത്തിന്റെ
ഏറ്റവും വലിയ അത്യാവശ്യം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ പിന്തുണയാണ്, നിങ്ങളുടെ പിന്തുണയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും നമുക്ക്, കാരണം കേരളത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂവിസ്തൃതിയിൽ മുൻപിൽ നിൽക്കുന്ന കേരളത്തിൽ 23 വന്യജീവി സങ്കേതങ്ങളുണ്ട്. അതിൽ 23 ഉള്ളതിൽ 2 പേരാവൂരാണ്. പേരാവൂരിലെ വനം കർണാടക വനവുമായി വയനാട് വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഈ വിഷയം സങ്കീർണമാണ്, അതിരൂക്ഷമാണ്. അത് പരിഹരിക്കുന്നതിൽ ഗവൺമെന്റ് മുഖ്യമന്ത്രി വിളിച്ച മീറ്റിംഗിൽ ഇതുവരെ MLA-മാരെ വിളിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ 2-3 തവണ ഞങ്ങൾ വിളിച്ചു. ഇത്രയും ഈ 2 ഗവൺമെന്റ് വന്നതിന് ശേഷം MLA-മാരെ വിളിച്ച് ഒന്ന് കേൾക്കാൻ, നിയമസഭയിൽ ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതിന് ഗവൺമെന്റ് തയ്യാറാകണം. പരിഹാര നിർദ്ദേശങ്ങൾ, നടപടികൾ, ഇവിടെ പറഞ്ഞതുപോലെ ഫണ്ട് ഈ കാര്യത്തിൽ ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം. നാളെ നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിയാണ്. ഞാൻ നേരത്തെ തന്നെ ആ സബ്ജക്ട് കമ്മിറ്റിയിൽ ഫണ്ട് പോരാ എന്ന് പറഞ്ഞു. എന്റെ വിയോജനക്കുറിപ്പ് ഞാൻ എഴുതും, ഫണ്ട് പോരാ എന്ന് നിലപാടെടുക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. നിങ്ങളെല്ലാവരും നൽകുന്ന പിന്തുണയ്ക്ക്, നൽകിയ സ്നേഹത്തിന്, സഹകരണത്തിന്, വിജയിപ്പിച്ച ഈ പരിപാടി വിജയിപ്പിച്ചതിന് ഹൃദയത്തിൽ തട്ടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. മുഴുവൻ ആളുകളും അതാണ് സീറ്റിൽ തന്നെ നിർബന്ധമായി ഇരിക്കേണ്ടതാണ്. നമ്മുടെ പരിപാടി അവസാനിക്കാൻ പോവുകയാണ്. മുഴുവൻ ആളുകളും അതാണ് സീറ്റിൽ തന്നെ ഇരിക്കണം എന്ന് പറയുന്നു. അഭിവാദ്യങ്ങൾ 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 സണ്ണി ജോസഫിന് അഭിവാദ്യങ്ങൾ സണ്ണി ജോസഫിന് അഭിവാദ്യങ്ങൾ സമരനായകന് അഭിവാദ്യങ്ങൾ സമരനായകന് അഭിവാദ്യങ്ങൾ സമരനായകന് അഭിവാദ്യങ്ങൾ സമരനായകന് അഭിവാദ്യങ്ങൾ പേരാവൂരിൻ നായകനെ പേരാവൂരിൻ നായകനെ പേരാവൂരിൻ നായകനെ പേരാവൂരിൻ നായകനെ സണ്ണി ജോസഫ് പോരാളെ സണ്ണി ജോസഫ് പോരാളെ അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ പേരാവൂരിന്റെ അഭിവാദ്യങ്ങൾ പേരാവൂരിന്റെ അഭിവാദ്യങ്ങൾ സമരനായകന് അഭിവാദ്യങ്ങൾ സമരനായകന് അഭിവാദ്യങ്ങൾ സമരനായകന് അഭിവാദ്യങ്ങൾ സമരനായകന് അഭിവാദ്യങ്ങൾ നീതിക്കായി പോരാടുന്ന നീതിക്കായി പോരാടുന്ന നീതിക്കായി പോരാടുന്ന നീതിക്കായി പോരാടുന്ന സമരനായകന് അഭിവാദ്യങ്ങൾ സമരനായകന് അഭിവാദ്യങ്ങൾ സണ്ണി ജോസഫിന് അഭിവാദ്യങ്ങൾ സണ്ണി ജോസഫിന് അഭിവാദ്യങ്ങൾ പേരാവൂരിന്റെ അഭിവാദ്യങ്ങൾ പേരാവൂരിന്റെ അഭിവാദ്യങ്ങൾ പേരാവൂരിന്റെ അഭിവാദ്യങ്ങൾ പേരാവൂരിന്റെ അഭിവാദ്യങ്ങൾ